എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 1 മന്ത് കൊണ്ട് ഇവരെന്റെ എല്ലാ ഡോക്യുമെന്റേഷനും പല ഏജൻസീസും ഫേക്കും ചെയ്യുന്നത് സ്കാമും ആണ്. വിസയ്ക്ക് വെച്ചതിന് ശേഷം ഒരു 4 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളൊരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇന്റർവ്യൂവിന്റെ റിസൾട്ട്. ഹലോ, വെൽക്കം ടു ഫ്ലീഗ കരിയർ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അൻവറയാണ്. അൻവറ ഈ വരുന്ന 25th ജർമ്മനിയിലേക്ക് ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് പോകുവാണ്. സോ നമുക്ക് അൻവറയോട് ഫ്ലീഗ കരിയറിന്റെ കൂടെയുള്ള എക്സ്പീരിയൻസ് ചോദിച്ചറിയാം. ഹലോ അൻവറ, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ്. താങ്ക് യു. സോ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഫ്ലീഗ കരിയർ കണ്ടുപിടിച്ചത്? വൈ ഫ്ലീഗ കരിയർ? ഞാൻ സോഷ്യൽ മീഡിയ വഴി എന്റെ ലാംഗ്വേജ് പഠിക്കാനായിട്ടാണ് ഫ്ലീഗ കരിയർ ചൂസ് ചെയ്തത്. അതിനുശേഷം എന്റെ A1 to B2 ഞാൻ ഫ്ലീഗ കരിയറിലാണ് പഠിച്ചത്. പിന്നെ എന്റെ എല്ലാ പേപ്പർ വർക്കും ഫ്ലീഗ കരിയറിലാണ് ചെയ്തത്. ഇപ്പോൾ നമുക്ക് പേപ്പർ വർക്ക് തന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫ്ലീഗ കരിയറിൽ പ്രോസസ്സിംഗ് തന്നതിന് ശേഷമുള്ള ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയാമോ? ഞാൻ B2 4 മൊഡ്യൂളും പാസ്സാവുന്നതിന് 1 മാസം മുന്നെയാണ് ഞാൻ ഇവർക്ക് പേപ്പർ വർക്കിന് കൊടുത്തത്. അപ്പോൾ ആ ഒരു 1 മന്ത് കൊണ്ട് ഇവരെന്റെ എല്ലാ ഡോക്യുമെന്റേഷനും ചെയ്തു വെച്ചു. ഞാൻ എന്റെ ലാംഗ്വേജ് പാസ്സായ സർട്ടിഫിക്കറ്റ്സ് ജോമി സാറിന് അയച്ചു കൊടുത്തു. അടുത്ത ദിവസം എനിക്ക് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് എനിക്ക് ഇന്റർവ്യൂ കിട്ടി. 1 വീക്ക് കഴിഞ്ഞ് ആ ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വന്നു. പിന്നെ 2 വീക്സ് കഴിഞ്ഞപ്പോൾ എന്റെ കോൺട്രാക്റ്റും വന്നു. ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ ഇന്റർവ്യൂ കിട്ടിയല്ലോ. അപ്പൊ ഇന്നൊരു ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് വളരെ ഒരു ടാസ്ക് ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു? പേടി ഉണ്ടായിരുന്നോ? നമ്മുടെ ഫ്ലീഗ കരിയറിന്റെ സൈഡിൽ നിന്ന് പ്രിപ്പറേഷൻ ക്ലാസ് ആയിട്ടോ എന്തെങ്കിലും സപ്പോർട്ട് ഉണ്ടായിരുന്നോ? എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ആ 3 ഡേയ്സിൽ അഞ്ജു മാം എനിക്കൊരു ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഒരു ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്നും അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും അഞ്ജു മാം എനിക്ക് പറഞ്ഞു തന്നു. അത് എന്നെ ഇന്റർവ്യൂ പാസ്സാവാൻ ഹെൽപ്പ് ചെയ്തു. ഫ്ലീഗ കരിയറിന്റെ സൈഡിൽ നിന്ന് വിസ പ്രോസസിംഗിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എനിക്ക് VFSന് ഡേറ്റ് കൊച്ചിയിൽ ഫ്ലീഗ കരിയർ തന്നെ എടുത്തു തന്നിരുന്നു. വിസയ്ക്ക് വെച്ചതിന് ശേഷം ഒരു 4 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിസ വന്നു. കുറെ ആയിട്ട് കാത്തിരുന്നതായോണ്ട് നല്ല എക്സൈറ്റഡ് ആയി. ജർമ്മനിയിലെ അക്കോമഡേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ആണ്. അപ്പൊ ഇവിടെ അന്നരയ്ക്ക് അക്കോമഡേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതെങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? എനിക്ക് ഹോസ്പിറ്റലിൽ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് അക്കോമഡേഷൻ കണ്ടുപിടിച്ചത്. അഞ്ജു മാമിന്റെയും ഫ്ലീഗ കരിയറിന്റെയും ഹെൽപ്പോട് കൂടിയിട്ട് എനിക്ക് അക്കോമഡേഷൻ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പറ്റി. എനിക്ക് അക്കോമഡേഷന്റെ കോൺട്രാക്റ്റും കിട്ടി. ഇന്ന് കേരളത്തിൽ ഒരുപാട് ഏജൻസീസ് അവൈലബിൾ ആണ്. പല ഏജൻസീസും ഫേക്കും ചെയ്യുന്നത് സ്കാമും ആണ്. അപ്പോൾ ഒരു നല്ല ഏജൻസി ചൂസ് ചെയ്യുക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആണ്. ഈ ഒരു കേസിൽ എങ്ങനെയാണ് ഒരു നല്ല ഏജൻസി ചൂസ് ചെയ്യേണ്ടത്? നമ്മളൊരു ഏജൻസി ചൂസ് ചെയ്യുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആ ഏജൻസി വഴി പോയ സ്റ്റുഡൻസിന്റെ ടെസ്റ്റിമോണിയൽസ് കാണാം. പിന്നെ ആ സ്റ്റുഡൻസിനെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ എക്സ്പീരിയൻസ് ചോദിക്കുക. എന്നിട്ട് മാത്രം ഒരു ഏജൻസി ചൂസ് ചെയ്യുക. ആ കാര്യത്തിൽ ഫ്ലീഗ കരിയർ എന്റെ റൈറ്റ് ചോയ്സ് ആയിരുന്നു. അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ഫ്രണ്ട്സിന് ഫ്ലീഗ കരിയർ സജസ്റ്റ് ചെയ്യുമോ? ഉറപ്പായിട്ടും എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് ഏതൊരു കുട്ടിക്കും ഞാൻ ഫ്ലീഗ കരിയർ സജസ്റ്റ് ചെയ്യും. ലാംഗ്വേജ് പഠിക്കാനാണെങ്കിലും പിന്നെയുള്ള പേപ്പർ വർക്സിനാണെങ്കിലും ഞാൻ ഫ്ലീഗ കരിയർ സജസ്റ്റ് ചെയ്യും. ലാംഗ്വേജ് തൊട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ വിസ ഇരിക്കുന്ന ഈ മൊമെന്റ് വരെയുള്ള ഫ്ലീഗ കരിയറിനോടൊപ്പമുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാനും എന്റെ ഫാമിലിയും ഫ്ലീഗ കരിയറിനോട് നല്ല താങ്ക്ഫുൾ ആണ്. ജർമ്മനി എന്നൊരു ഡ്രീം അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തത് ഈ ഫ്ലീഗ കരിയർ ആണ്. ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അൻവറയുടെ ജർമ്മനി എന്ന ഡ്രീം അച്ചീവ് ചെയ്യാൻ, അതായത് ലാംഗ്വേജ് മുതൽ പേപ്പർ പ്രോസസ്സിംഗ് വരെയുള്ള ഈ മൊമെന്റില് നമ്മളെ ട്രസ്റ്റ് ചെയ്ത അൻവറയ്ക്കും അൻവറയുടെ ഫാമിലിക്കും എന്റെ പേരിലും ഫ്ലീഗ കരിയർ ഫാമിലിയുടെ പേരിലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.